ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുമായിരുന്നു വീട്ടിൽ. ബാൽക്കണിയിലാണെങ്കിലും പിന്നെ റൂഫിലാണെങ്കിലും കുറച്ച് പലപ്പോഴായിട്ട് ഇങ്ങനെ പണികൾ നടക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ടും പിന്നെ ആളുകളും എല്ലാം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു സൗകര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഇൻട്രോ എന്നിങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കുക്ക് ചെയ്യുവാണെങ്കിൽ അത് എടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ നൈറ്റിൽ കൊടുക്കാം. പക്ഷേ പിന്നെ ഇൻട്രോ എടുക്കാൻ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയി. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഞാനിങ്ങനെ ഒരു 30 ഡേ ചാലഞ്ച്, ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ച് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പം അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ആണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു നമ്മുടെ നോർമൽ ബിരിയാണി അല്ലാതെ ഒരു ശകലം ഇത്തിരി വ്യത്യാസത്തിൽ ചെയ്യാണ്. വേറെ നല്ല മുഗളായി ചിക്കൻ ബിരിയാണി. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് വൈകിട്ട് കഴിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ബിരിയാണി വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇത്തിരി ഡിഫറെൻ്റായിട്ട്, എന്നാലും എളുപ്പം, അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതി ഫോളോ ചെയ്തിട്ടാണെന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ ക്വിക്കറായിട്ട്, കുറച്ചുകൂടെ എളുപ്പത്തിലും അന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാനിന്നത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങ് ഷൂട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ, മുഗളായി ചിക്കൻ ബിരിയാണി. ആദ്യം കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ഒരു കൈയോളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് 2 വലിയ സവോള വറുത്തത്, നെയ്യും എണ്ണയും കൂടെ ചേർത്ത് വറുത്തതാണ്. ഒരു കൈപ്പിടി നിറച്ച് പുതിനയും മല്ലിയിലയും, 2 ഓരോ പിടി നന്നായിട്ട് നിറച്ച്. പിന്നെ 1/2 കപ്പ് തൈര് ചേർക്കുന്നു. പിന്നെ ഇത് ക്രീമാണ്, റെഡിമെയ്ഡ് മിൽക്ക് ക്രീം. അത് ഒരു 250 ml ഏകദേശം ചേർത്തു. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഈ ബിരിയാണിക്ക് വേണ്ടി പൊടിച്ച സ്പെഷ്യലായിട്ടുള്ള മസാലയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതങ്ങനെ തന്നെ ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ചു വെച്ച ആ കാഷ്യൂവിൻ്റെ പേസ്റ്റ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ആക്ച്വലി ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതിന് പിന്നെയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഈ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇതൊരു മിനിമം 1 hour എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനിയും ഓവർനൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഇറ്റ്സ് ഓക്കെ. ഇനി ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട്, എല്ലാ സ്പൈസസും ഇത്തിരി ഇത്തിരി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഇത്തിരി നെയ്യ് അല്ലെങ്കിൽ എണ്ണ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഈ കുക്കിങ്ങിന്. എന്നിട്ട് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഫസ്റ്റ് വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക. അത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ വിടുക, ഒന്നും ചെയ്ത് തുറക്കരുത്, അതങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ഒരു 3 മീഡിയം സവോള, ഒരു 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു തക്കാളിയും 2-3 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. അത് വേകുന്നിടം വരെ. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, അതിനകത്തുള്ള ആ ഒരു നനവ് കൊണ്ട് അത് വെന്തോളും. ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്യൂവും മുന്തിരിയും സവോളയൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മളുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി ഇങ്ങനെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. വെള്ളവും കറക്റ്റായിരിക്കും ഈ ഒരളവിൽ എടുത്താൽ. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഞാൻ എടുത്ത ചിക്കൻ ഏകദേശം 1 കിലോയോളമാണ് പീസസ്. ഇനി നമ്മൾ അരി വേവിച്ച് ആ കുക്കറിലേക്ക് തന്നെ ഇത് സെറ്റ് ചെയ്യാണ്. എങ്ങനെയാണെന്ന് പറയാം. ഒരു ലെയർ ചിക്കൻ ഇടുന്നു, അതിൻ്റെ മേലെ റൈസ് ഇടുന്നു, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള മുന്തിരിയും കാഷ്യൂനട്ടും സവോള വറുത്തതും ഇത്തിരി മല്ലിയിലയും. പിന്നെ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി പാലും ഇത്തിരി റോസ് വാട്ടറും ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒഴിക്കുന്നത്. ഒരു ഇത്തിരി ഒഴിക്കുക. ഓരോ ലെയറായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് എത്ര ലെയറിനുള്ളതുണ്ടോ
അതനുസരിച്ച് കൊടുക്കുക. പിന്നെ ഒരു ശകലം ഗീ മേളിലിടുന്നുണ്ട്. പിന്നെ ഇത് ഗാർണിഷ് ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ സ്റ്റൗ ഏറ്റവും സിമ്മിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നിട്ടൊരു 3-4 മിനിറ്റ് അത് അങ്ങനെ വെച്ചിട്ട് മൂടിയിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഈ വെയിറ്റ് ഇട്ട് വെച്ചേക്കാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് എളുപ്പ വഴിയിൽ ഞാൻ ദമ്മിട്ടത്. വേവും എല്ലാം കൊണ്ടും കറക്റ്റായിരിക്കും. ഭയങ്കര റിച്ചായിട്ട് നല്ല അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മുടെ മുഗളായി ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളാണ്, നല്ല അരോമാറ്റിക്കാണ്. നല്ല നമ്മുടെ സാധാരണ കേരള ബിരിയാണിയിൽ നിന്നും ഇത്തിരി ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ട്. പിന്നെ നമ്മളിതിന് ലോങ് ഗ്രെയിൻസ് ആണല്ലോ, ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. നല്ല ഒരു ഇതാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ. I think we last ate together for pizza. What's that? Then dosa. Dosa, here we have, we went to.